ഹലോ ഫ്രണ്ട്സ്, വിജി സാമൽ വ്ളോഗിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മളൊരു ചെറിയൊരു വലയിട്ടിട്ടുണ്ട്, ഒറ്റ കഷ്ണം വലയിട്ടിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വലയില്ല ഈ പ്രാവശ്യം. നമ്മുടെ വലയെല്ലാം ഒരുപാട് നഷ്ടപ്പെട്ടു പോയി. നമ്മൾ എന്താ പറയുന്നത്, കാലവർഷം തുടങ്ങുന്നതിന് മുമ്പേ നമ്മുടെ വലയെല്ലാം നഷ്ടപ്പെട്ട് നമുക്ക് ഇടാൻ ഇനി ഒരു വലയുണ്ട്, ഒരു ചെറിയ വലയുണ്ടായിരുന്നു. അത് നമ്മളൊരു കണ്ടത്തിലിട്ടിട്ടുണ്ടായിരുന്നു. ഇന്നലെ വൈകിട്ടായിട്ടാണ്, ഭയങ്കര മഴക്കാരും കാര്യങ്ങളാണ്, ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ നമ്മളത് ഇന്ന് രാവിലെ അത് പൊക്കാൻ പോവുകയാണ്. അപ്പോൾ ആ പൊക്കുന്നൊരു വീഡിയോ ആണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വീഡിയോ കാണുന്ന എല്ലാവർക്കും പ്രത്യേകം ഹൃദയം നിറഞ്ഞ നന്ദി. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ഓക്കെ. ആരൊന്നും കിട്ടിയില്ല. അപ്പം ഇന്ന് നമ്മൾ മലയിട്ട സ്പോട്ടിലേക്ക് പോവുകയാണ്. ലൈറ്റും പെട്ടെന്ന് ഷൂട്ട് ചെയ്ത അത്ര ക്ലാരിറ്റി കിട്ടുന്നു. നമ്മളൊരു വീഡിയോ ചെയ്യുമ്പോഴത്തേക്ക് അതിൻ്റേതായ രീതി പ്രേക്ഷകർക്ക് അവർക്ക് ഇഷ്ടപ്പെടണ്ടേ, വൈകിയേക്കാണ് വിചാരിച്ചത്. അപ്പം വെള്ളമെല്ലാം നല്ലപോലെ പൊങ്ങി കയറി കിടക്കുവാണ്. ഇവിടെയൊക്കെ ഇതൊരു നമ്മളിപ്പോൾ പോകുന്ന ഒരു ചെറിയൊരു കണ്ടമാണ്. ഞങ്ങളുടെ തൊട്ടടുത്ത തോട്ടക്കാട്ടുകാരുടെ കണ്ടമാണ്. നമ്മൾ അതിലൂടെയാണ് പോകുന്നത്. അപ്പോൾ അത് ബാക്കി കാണുന്ന നമ്മളെ പണിക്കൊക്കെ പോകുന്ന ഒരു വീടാണ്. നമ്മുടെ ആറാട്ട് കടവൊക്കെ നല്ല മുങ്ങിയതാണ്ട്, പുല്ലെല്ലാം വന്ന് വെട്ടായിട്ട് കിടക്കുവാണ്. കടവിലെല്ലാം പുല്ല് വന്ന് കിടക്കുവാണ്. അതാണ് ഞങ്ങളുടെ ആറാട്ട് കടവ്. മഴ ഭയങ്കര മഴയായിരുന്നു. ആ മഴയത്ത് വന്ന വെള്ളമാണ്. ഇത്രയും വെള്ളമൊന്നും ഇല്ലായിരുന്നു. ഞാൻ പറഞ്ഞ കഴിഞ്ഞ ദിവസം ഇവിടെ ഒരു താമരക്കോഴി മുട്ടയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നേ. അതിൻ്റെ ഈ ഭാഗത്തായിരുന്നു. ഞാനത് അന്ന് കുഴപ്പമില്ല. അപ്പം വെള്ളം കയറിയപ്പോൾ പാതെല്ലാം പോയി. 3-4 മുട്ടയൊക്കെ ഉണ്ടായിരുന്നു. അടയിരിക്കുമായിരുന്നു. പാടത്തെ വെള്ളം അത്ര ഗുണമില്ല. കാരണം എന്ന് വെച്ചാൽ മുഴുവൻ അഴുക്ക ഈ കച്ചി കഴിഞ്ഞ വെള്ളമാണ്. എന്നാലും നമ്മൾ ഇച്ചിരി കരക്കോട്ട് കയറ്റി അവിടെ ഇച്ചിരി പിന്നെ ഈ പെയ്ത്ത് വെള്ളം ഇറങ്ങുന്നാറുണ്ട്. അവിടെ ഇച്ചിരി നല്ല വെള്ളമാണ്. അതുകൊണ്ട് നമ്മൾ ചിലപ്പോൾ മീനെല്ലാം ചിലപ്പോൾ ആ ഭാഗത്തേക്ക് മാറുമെന്ന ഉദ്ദേശത്തോടെ അവിടെ ഇട്ടത്. എങ്ങനെയാ അറിയത്തില്ല. പിന്നെ ആമയുടെ ശല്യം അതിഭീകരമാണ്. കാരണം എന്ന് വെച്ചാൽ സമയം കഴിഞ്ഞാൽ ചത്തുപോയിട്ടുണ്ട മീനെ അന്നേരം അവരത് തിന്നും. പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, അവരുടെ ആഹാരമാണ്, അവരത് കഴിക്കും. നമുക്ക് കിട്ടുന്നത് നമ്മളും കൊണ്ട് പോരുക. നേരം വെളുത്തൊരു 6-10 ആയിട്ടാണ്. ഇന്നലെ മഴ പെയ്യുമെന്ന് തോന്നുന്നില്ല. ഇന്നലെ വൈകിട്ടും മഴ പെയ്യുന്നില്ല അല്ലേ. ഇന്നലെ വൈകിട്ട് ഞാൻ മലയിടാൻ വരുമ്പോഴത്തേക്ക് മഴത്തറ ഞാനുള്ള പണി വരുമായിരുന്നു. എന്നാലും കുഴപ്പമൊന്നുമില്ലായിരുന്നു. അത്യാവശ്യം മഴയൊക്കെ ഇട്ട് വൈകിട്ടും പെയ്യുന്നില്ല. ഒരു തുള്ളി പോലും ഇന്നലെ പെയ്തിട്ടില്ല. ഒറ്റ താറാവുകാരുടെ താറാവ്
അപ്പം നമ്മൾ പുതിയ വല ഉണ്ടാക്കുന്നുണ്ട്. പുതിയ വല ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. നാളെ വലിയ സൈസ് മീനൊന്നും കിട്ടില്ല, ചെറിയ കാരികൾ കിട്ടുന്നൊരു വലയാണ്. കട്ട് ചെയ്തു. വളരെ മോശമാണ്. അപ്പൊ നമുക്ക് ഫസ്റ്റിലെ കിട്ടിയ ഒരു പുല്ലനാ. ഓക്കെ, രണ്ടാമത് വരുന്ന ഒരു പുല്ലനാണ്. മീൻ നല്ലപോലെ മാറി. എടുക്കുന്നില്ല.
ലീലാവിലാസം ഉണ്ടോ, ആമ കടിച്ചതാ. ആപ്പാടെ ശാല മീനെ കിട്ടുന്നുള്ളൂ, ഉള്ളത് മുഴുവൻ ആമ കഴിച്ചിട്ട് പോവുക. സാരയില്ല, പോട്ടെ, കഴിക്കട്ടെ. എടുക്കാണ് ഏറ്റവും വലിയ ഇന്നലെ ഇതുപോലെ ഒരെണ്ണം ഊരിയിട്ട് ഇന്നലെ വെള്ളത്തിലോട്ട് പോയി. ഞാനവിടെ നീ മുറുക്കുമായിരിക്കും. അല്ല അല്ലേ, ഞാനവിടെ നീ വീണ്ടും മുറുക്കാൻ തുടങ്ങി. പള്ളി പോയി പോകണ്ടോ, പറ്റി പോകാറുണ്ട് വീട്ടില്. ഇതിനിട്ടും കയറി ഒന്ന് കടിച്ചായിരുന്നു കേട്ടോ എൻ്റെ ദേഹത്ത്. ഇത്ര വല തീർന്നു. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ വല തീർന്നു. നമുക്ക് ശക്കര മീനെ കിട്ടിയിട്ടുള്ളൂ. എന്നാലും ആ ചെറിയ ഒരു വീഡിയോ അത്രയാണ്ട് കണക്ക്. 2 വരാതെ നമുക്ക് കറിക്കുള്ള മീൻ കിട്ടി, അത്രേ ഉള്ളൂ. അപ്പം പോവുക, നമുക്ക് അവർക്ക് എന്തെങ്കിലും കിട്ടുന്നുണ്ടോ നമുക്ക് നോക്കാം. അപ്പം നമ്മുടെ ഈ വീഡിയോയ്ക്കകത്ത് അവരെ നമുക്ക് ഉൾപ്പെടുത്താം. ഓക്കെ, ഇനി നമുക്ക് അവരുടെ സ്പോട്ടിലേക്ക്. അപ്പോൾ നമ്മുടെ ഡ്രൈവർ ക്യാമറാമാനും അനിയാണ് കേട്ടോ. അപ്പോൾ
അവരവിടെ വല വലിക്കുവാണ്. നമ്മൾ ആ സ്പോട്ടിലേക്ക് പോവുകയാണ്. ബിജു ആണോടാ? ജവലം കൊള്ളി മണി അടിച്ചു. ആ വർക്ക് ചെയ്യുക. മടുപ്പാ. മടുപ്പാ. അങ്ങോട്ട് അടുപ്പിച്ചു കിട്ടും. അടുപ്പിച്ചോളാം. അവിടെ വലയിടാൻ പറ്റുമോ? നിങ്ങൾ ഇതിലെ മീൻ പിടിക്കാൻ പോകില്ല. ശുഭോ. അപ്പോൾ ഫ്രണ്ട്സ്, അവർക്കും മടുപ്പായിരുന്നു. ഞങ്ങൾ നമ്മുടെ വീഡിയോ ഒന്ന് വൈൻഡപ്പ് ചെയ്യുകയാണ്. നമ്മുടെ ഇഞ്ചമ്പരയുടെ അത് നല്ല ഭയങ്കര ലുക്കാണ് കൂടെ. ഇവിടെ ആ നമ്മുടെ എന്താ ബദാമ്പ് വെള്ളപ്പൊക്കം കണ്ടോ? മൊത്തം വെള്ളത്തിൽ കയറി കിടക്കുന്നുണ്ടോ? അപ്പോൾ നമ്മൾ വൈൻഡപ്പ് ചെയ്യാമെന്ന് ഉദ്ദേശിച്ച വൈൻഡപ്പ് പറഞ്ഞേ. പക്ഷേ അപ്പോൾ നമ്മുടെ ചേട്ടൻ്റെ മാനോടെ വല പൊക്കുന്നുണ്ട്. അവനെയും കൂടെ നമ്മളൊന്ന് കവർ ചെയ്തേക്കാം. അതുകൊണ്ട് വൈൻഡപ്പ് ആകുന്നില്ല, നമ്മൾ മുന്നോട്ട് പോവുകയാണ്. അപ്പം വീഡിയോ വീണ്ടും നമ്മൾ ലെങ്ത് കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. ദോഷം വല്ലതും ഉണ്ടോടാ? മടുപ്പാണോ? ഞങ്ങൾക്ക് കുറച്ച് മീൻ കിട്ടി. അതിനകത്ത് കൊണ്ട് ഇട്ടാണ്ടോ ശരിക്കും മീനാണ്. അവിടെയൊക്കെ കൊണ്ട് ഇടണ്ടേ? എന്നും ഒരു കണ്ടത്തിൽ തന്നെ ഇട്ടാൽ മീൻ കിട്ടുമോ? സന്തോഷിൻ്റെ മീനൊന്ന് കാണിച്ച്. സന്തോഷം അടിപൊളിയായിട്ട് കിട്ടിയത്. എന്നാ ഞങ്ങളുടെ മീനും കൂടെ ഒന്ന് കണ്ടു.
അതിന് സന്തോഷിനേക്കാളും ഭേദം നമുക്ക്, കാരണം എന്നിട്ട് നമുക്ക് വല കുറവാ. ചെറിയ വല. സന്തോഷം ഒരു ഏരിയ മൊത്തം ഇട്ടിട്ട് സന്തോഷിന് കിട്ടിയ മീൻ കണ്ടോ. അതായാലും നമ്മളെ വീഡിയോ ഒന്ന് നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, എന്നാൽ വിട്ടോ, ഇനി നമുക്ക് പോയേക്കാം.